ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു വെടിമരുന്നിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. ആൾ തന്നെയാണ് ഈ ഡിഷിന് വെടിമരുന്ന് എന്നൊരു പേരിട്ടതും. എന്തുകൊണ്ടാണ് ഈ ഡിഷിന് വെടിമരുന്ന് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല വെടിമരുന്നിൻ്റെ ഫീലാണ്. നല്ല സ്പൈസിയാണ്. സ്പൈസി ലെവൽ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. നമുക്ക് ഈ നോൺ വെജ് ഒക്കെ മിസ് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ചപ്പാത്തിയുടെ കൂടെയാണ് ഞങ്ങൾ സ്ഥിരം കഴിക്കാറ്. ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ സാധാരണ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ വെടിമരുന്ന് പ്രിപ്പയർ ചെയ്യാറ്. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് കോളിഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉരുളക്കിഴങ്ങ് വെച്ച് ഈ ഡിഷ് ഉണ്ടാക്കിയാലും ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ ഇതളുകൾ ജസ്റ്റ് അടർത്തിയെടുത്ത് കുറച്ച് നേരം മഞ്ഞളും ഉപ്പും ഇട്ട് വെള്ളത്തിൽ വെച്ചിരുന്നു, എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒരു യെല്ലോ കളർ. സാധാരണ ഞാൻ ഈ വെടിമരുന്ന് ഉണ്ടാക്കാറുള്ളത് സവോള വെച്ചിട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചധികം കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ഒരു 15-20 കുഞ്ഞുള്ളിയോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പം ചിലർക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പം വെളുത്തുള്ളി ചേർത്താൽ അത് ഉണ്ടാവില്ല. നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് വയ്ക്കാം. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ആ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ട് ഫ്രൈ ആയി നല്ല ഗ്ലേസിങ് ആയി കഴിയുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇടാം. ഉള്ളി കണ്ടോ, നമ്മൾ ഒരുപാട് ചെറുതാക്കി അരിഞ്ഞിട്ടില്ല. ഒത്തിരി ചെറുതാക്കി അരിഞ്ഞാൽ അതങ്ങ് തളർന്ന് കാണാൻ വയ്യാത്ത പോലെ അലിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് 2ആയിട്ട് മുറിച്ചിട്ടുള്ളൂ. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനും പിന്നെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിപ്പോൾ തന്നെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. ഉള്ളി വല്ലാണ്ട് അങ്ങ് വഴന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് കളറ് മാറി, ആ പിങ്ക് കളറൊന്ന് മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഫുള്ള് എരിവുള്ള മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ കറിയുടെ എരിവെന്ന് പറയുന്നത് ഈ മുളക് പൊടിയാണ് മെയിനായിട്ട്. എരിവ് കുറയ്ക്കണം എന്നുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളുടെ എല്ലാം ഒരു പച്ച മണം ഒന്ന് മാറട്ടെ. ഇനി ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്ന ഗരം മസാലയില്ലേ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് പൊടി, ഇതെല്ലാം പൊടിച്ച് വെക്കുന്ന ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ചധികം കറിവേപ്പില ഇടാം. കറിവേപ്പിലയുടെ ഫ്ലേവർ എപ്പോഴും കറികൾക്ക് നല്ലതാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിടാം. വേവിച്ച ഉരുളക്കിഴങ്ങൊന്നുമല്ല, റോ ആയിട്ട് അരിഞ്ഞിട്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തന്നെ കോളിഫ്ലവറും ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, കോളിഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത് ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടാണ്. കോളിഫ്ലവർ ഞാൻ ജസ്റ്റ് ഇപ്പം ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒക്കെ പെറ്റൽസ് ഉടഞ്ഞു പോകാതെ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തി ഇളക്കിയാൽ മതി. നന്നായിട്ട് ഇളക്കി ആ മസാല എല്ലായിടത്തും കൂടി യോജിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ ഉള്ളിക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കോളിഫ്ലവറിനും ഉരുളക്കിഴങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാല കോളിഫ്ലവറിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും ഒക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർക്കാം.
നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും നേരത്തെ വേവിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം, ഒത്തിരി വെള്ളം ചേർക്കരുത്, കാരണം നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓരോ 10 മിനിറ്റ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് വന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഏറ്റവും ചെറുതാക്കിയിട്ട് വേണം ഇടാനായിട്ട്, അപ്പോൾ പെട്ടെന്നൊന്നും അടുക്കി പിടിക്കില്ല. നമുക്കിനി ഈ വെള്ളമൊക്കെ ഫുൾ വറ്റി ആ മസാലയെല്ലാം നമ്മുടെ കോളിഫ്ലവറിലും ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആയിട്ട് എടുക്കണം. ഇനി ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. നമ്മൾ സൂക്ഷിച്ച് ഇളക്കിയില്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അങ്ങനെ പൊടിഞ്ഞു പോവരുത്. അതുകൊണ്ട് അടിയിൽ നിന്നും ഇങ്ങനെ കോരിയെടുത്ത് വേണം ഇളക്കാനായിട്ട്. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതല്ല എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ പൊട്ടറ്റോ മസാല, അല്ലെങ്കിൽ ആലു ഗോബി മസാല, അതല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം വെടിമരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ ഏറ്റവും ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് അതിനെ ഗാർണിഷ് ചെയ്യാം. ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒത്തിരി പണിയൊന്നുമില്ല. ഇന്നത്തെ എൻ്റെ വെടിമരുന്ന് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി അമ്മൂസ് മന്ത്രയിലെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.